ഉണ്ടാകുക. രക്ഷാ പെൻഷൻ വീണ്ടും ലഭിക്കുമോ, ഓണത്തിന് ലഭിക്കുമോ എന്നൊക്കെ നിരവധി പേര് കമന്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, പ്രവാസി പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചും ചോദിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വീണ്ടും നൽകാൻ വേണ്ടി ഈ സർക്കാരും തീരുമാനിച്ചിരിക്കുകയാണ്. അത് തുറന്നും ലഭിക്കുന്നതാണ്. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനം ആയിട്ടില്ല. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആർക്കും ലഭിക്കില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായിട്ടുള്ള അറിയിപ്പ് അതിലെ ഉദ്യോഗസ്ഥർക്ക് പോലും നൽകാൻ കഴിയുന്നില്ല. കാരണം അവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. അവർക്ക് ഫണ്ട് എത്തിയാൽ അവർ വിതരണം ചെയ്യും എന്നുള്ളത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഇപ്പോൾ 1000-ൽ നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഓണത്തിന് മുമ്പ് കുറച്ച് വിതരണം ചെയ്യും എന്നുള്ളതാണ്. പ്രവാസി പെൻഷനും കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. അപ്പം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ അത് കാത്തിരിക്കേണ്ടി വരും, പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4മായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്.